നമ്മുടെ രക്ഷകനും കർത്താവുമായ മശിഹാ തമ്പുരാൻ്റെ ഈ ലോകത്തിലെ വളർത്തുപിതാവായി ദൈവം തിരഞ്ഞെടുത്ത നീതിമാനും അനുകമ്പയുള്ളവനും പരിപാലനം നൽവരവുമുള്ള വൃദ്ധനായ യൗസേപ്പ് പിതാവിൻ്റെ ഒരു തച്ചനായ യൗസേപ്പ് പിതാവിൻ്റെ ആത്മാവിൻ്റെ വേദന. ബേഥലഹേമിലെ തണുപ്പും നിഴലും നിറഞ്ഞ രാത്രിയിൽ സംശയത്തിൻ്റെ മൃദുവായ വെളിച്ചത്തിൽ ഒരു മരപ്പണിക്കാരൻ്റെ കൈകൾ വിറച്ചു. ഉളികൊണ്ടല്ല, എന്നാൽ ഭാരങ്ങളാൽ അവൻ്റെ ഹൃദയത്തിന് വിശദീകരിക്കാൻ കഴിയുന്നതിലുമപ്പുറം അവൻ സ്നേഹിച്ച സ്ത്രീ ഒരജ്ഞാത ശിശുവുമായി. അവൻ സ്നേഹിച്ച സ്ത്രീ ഒരജ്ഞാത ശിശുവുമായി. മാംസത്തിലും അസ്ഥിയിലും കൊത്തിവലിക്കുന്ന നിഗൂഢതയുടെ വേദന. കത്തിപോലെ മൂർച്ചയുള്ള ആകുലത അവൻ്റെ ചുറ്റും മന്ത്രിക്കുന്നു. ദുർബലമായിത്തീരുന്ന ബഹുമാനവും വിശ്വാസവും കൈപ്പേറിയതും ക്രൂരവുമായ ചിന്തകളുമായി അവൻ മല്ലിട്ടു. കാരുണ്യത്തിനും ഭരണത്തിനുമിടയിൽ അകപ്പെട്ടൊരു മനുഷ്യൻ. കാരുണ്യത്തിനും ഭരണത്തിനുമിടയിൽ അകപ്പെട്ടൊരു മനുഷ്യൻ. ഏതു വഴിയാണ് നടക്കേണ്ടത്? എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏതു വഴിയാണ് നടക്കേണ്ടത്? എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? അവൻ്റെ ഹൃദയം ദുർബലമാകുമോ, അതോ തകർന്ന് തരിപ്പണമാകുമോ? സ്വപ്നങ്ങളിൽ ഒരു മാലാഖയുടെ മന്ത്രിക്കൽ അടുത്തു വന്നു. ഭയപ്പെടേണ്ട ജോസഫേ, അവളെ നിന്റെ പ്രിയതമയെ ചേർത്തു പിടിക്കുക. ഭയപ്പെടേണ്ട ജോസഫേ, അവളെ നിന്റെ പ്രിയതമയെ ചേർത്തു പിടിക്കുക. ഉള്ളിലെ ഈ കുട്ടി കുറുവയുടെ വെളിച്ചമാണ്, ലോകത്തിൻ്റെ രക്ഷയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആലിംഗനം ഇവിടെ ആവശ്യമാണ്. അവളുടെ ഉള്ളിലെ കുട്ടി കൃപയുടെ വെളിച്ചമാണ്, ലോകത്തിൻ്റെ രക്ഷയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആലിംഗനം ഇവിടെ ആവശ്യമാണ്. എന്നിട്ടും വേദന നീണ്ടുനിന്നു. നിശബ്ദവും ആഴവും ശാന്തമായ മണിക്കൂറുകളിൽ നിഴലുകൾ ഇഴയുമ്പോൾ തൻ്റേതല്ലാത്ത മകനെ എങ്ങനെ വളർത്താം? വിധിയുടെ ഭാരം പൂർണ്ണമായി അറിയാത്തതുകൊണ്ടുള്ള വിഭ്രാന്തിയും. കിരീടമോ മഹത്വമോ ഇല്ല, വെറും പൊടിയും മരവും. പിതൃത്വം എന്തായിരിക്കണമെന്ന് ദൈവപുത്രനെ പഠിപ്പിക്കാൻ. കിരീടമോ മഹത്വമോ ഇല്ല, വെറും പൊടിയും മരവും. പിതൃത്വം എന്തായിരിക്കണമെന്ന് ദൈവപുത്രനെ പഠിപ്പിക്കാൻ. ഒരു കാലത്തെ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ രൂപപ്പെടുത്തിയ കൈകൾ ഇപ്പോൾ സ്വർഗം കൊണ്ടുവരുന്ന പ്രത്യാശ നിലനിർത്തേണ്ട കരങ്ങൾ. ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവൻ്റെ ഹൃദയം വേദനിച്ചില്ലേ? ആൺകുട്ടിയുടെ ലക്ഷ്യം എപ്പോഴാണ് ലോകം തുറന്നു കാട്ടുന്നത്? ആൺകുട്ടിയുടെ ലക്ഷ്യം എപ്പോഴാണ് ലോകം തുറന്നു കാട്ടുന്നത്? അവൻ്റെ സ്നേഹം മതിയായിരുന്നു. അവൻ്റെ ശക്തി വളരെ കുറവായിരുന്നു.
വെളിച്ചം വഹിച്ച കുട്ടിയുടെ അച്ഛനോട് ചോദിക്കുന്നു. എന്നിട്ടും ജോസഫ് തൻ്റെ നിശബ്ദമായ ദുരവസ്ഥ വഹിച്ചു. എന്നിട്ടും ജോസഫ് തൻ്റെ നിശബ്ദമായ ദുരവസ്ഥ വഹിച്ചു. പണിശാലയുടെ മൂളലിൽ മങ്ങിയ വെളിച്ചത്തിൽ അവൻ വിശ്വസ്തൻ, അചഞ്ചലൻ, പറഞ്ഞറിയിക്കാനാവാത്ത ഭാരങ്ങൾ, ധൈര്യവും ധൈര്യവുമുള്ളൊരു മനുഷ്യൻ. വിശ്വസ്തൻ, അചഞ്ചലൻ, പറഞ്ഞറിയിക്കാനാവാത്ത ഭാരങ്ങൾ, ധൈര്യവും വീര്യവുമുള്ളൊരു മനുഷ്യൻ. ത്യാഗത്തിൻ്റെ നിശബ്ദതയിൽ അവൻ്റെ വേദന നിലനിൽക്കും. എന്നിട്ടും അവൻ്റെ വേദനയിലൂടെ സ്നേഹം അതിൻ്റെ വഴി കണ്ടെത്തി. ത്യാഗത്തിൻ്റെ നിശബ്ദതയിൽ അവൻ്റെ വേദന നിലനിൽക്കും. എന്നിട്ടും അവൻ്റെ വേദനയിലൂടെ സ്നേഹം അതിൻ്റെ വഴി കണ്ടെത്തി. അവൻ്റെ ഹൃദയത്തിൽ ആയാസത്തിനു താഴെ ജോസഫിനെ അറിയാമായിരുന്നു, ഒരു സ്നേഹവും വ്യർത്ഥമാകുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിനും മീതെ ജോസഫിനറിയാമായിരുന്നു, ഒരു സ്നേഹവും വ്യർത്ഥമായി തീരുന്നില്ല. ജോസഫ് അദ്ദേഹത്തിൻ്റെ വെളിപാട് തളർന്നു പോകുന്ന മനുഷ്യജീവിതങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വെളിപാട് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള സകല സംശയവും കന്യകയുടെ മകനെന്നുള്ള നിലയിൽ, ഏകജാതനെന്നുള്ള നിലയിൽ, പാപമൊഴികെ നമ്മെപ്പോലെ ആയിരുന്ന കർത്താവ്, നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ യൗസേപ്പ് പിതാവിനെ പോലെയുള്ള നല്ല വെളിപാടുകൾ ആത്മാവിൻ്റെ കൃപയിൽ പ്രാപിപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ.